നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമനെ ഒന്ന് പോയി സന്ദർശിക്കാം. ചരിത്രം നമുക്കറിയാവുന്നതുപോലെ ചെറുപ്പം മുതലേ റസൂലിന്റെ കൂടെയുള്ള ആമിന ബീവി മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് റസൂലിനെ വളർത്തിയ എത്യോപ്യയിൽ നിന്നുള്ള അടിമ സ്ത്രീയായ ഭൃത്യയായ ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെ വൃദ്ധയായ അവരെ ഇടക്കിടക്ക് പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു. അത് പറഞ്ഞു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമുക്കൊന്ന് പോയി ഉമ്മു ഐമനെ സന്ദർശിക്കാം. അവർ രണ്ടുപേരും പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഒരുമിച്ച് കണ്ട സന്ദർഭത്തിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരഞ്ഞു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ സമാധാനിപ്പിക്കുകയാണ്. എന്തിനാണ് ഉമ്മു ഐമൻ? നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ഓർത്തിട്ടാണോ, മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല, നിങ്ങൾ വന്നപ്പോൾ ഞാൻ റസൂലിനെയും റസൂലിന്റെ വിയോഗത്തെയും ഒക്കെ ഓർത്തു എന്നത് ശരിയാണ്. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നത്, ഞാൻ കരയുന്നത്, കരഞ്ഞു പോയത്, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടതോടുകൂടി വഹയി നിലച്ചില്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സംസാരങ്ങൾ, നമ്മളോടുള്ള വർത്തമാനങ്ങൾ നിന്നുപോയില്ലേ, അതെന്നെ വേദനിപ്പിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാവിലെ മുതലുള്ള ദീർഘമായ സംസാരങ്ങളും വലിയ പ്രഭാഷണങ്ങളും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വലിയ പ്രസംഗത്തിന് നിങ്ങളോട് ഈ സമയം ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അതിനുവേണ്ടി എന്തും ചെയ്യാനും എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാനും നമ്മൾ തയ്യാറാവും. വിദേശത്ത് പോയി പ്രവാസികളായി പണിയെടുക്കുന്ന 99.4% ആളുകൾ നമ്മൾ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് തോളിൽ കൈവച്ച് സംസാരിച്ചാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ സങ്കടം പങ്കുവെക്കുന്നവരാണ്. പിന്നെന്തിനാണ്? അവർ മക്കൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മക്കളാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ സന്നദ്ധമാകും എന്നതാണ് നമ്മുടെ, എന്റെയും നിങ്ങളുടെയൊക്കെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോഴാണ് ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ നമ്മുടെ നാടുമായും കുടുംബവുമായും ഒക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഇത്രയധികം ആളുകൾ ഈ സദസ്സിലിരിക്കുമ്പോൾ ഈ ഖുർആൻ സമ്മേളനത്തിന്റെ സംഘാടകരുടെ ഒരു ലക്ഷ്യമുണ്ടാവും. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടെ, മഗ്‌രിബോടുകൂടെ ഇതിന്റെ ഒരു സമാപനത്തിലേക്ക് എത്തി നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഈ ഒരൊറ്റ ദിവസത്തെ കൂടിപ്പിരിയലിന്റെ പിന്നിലുള്ള അധ്വാനങ്ങളും ആലോചനകളും, മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ, ISMന്റെ ജില്ലയിലെയും മണ്ഡലത്തിലെയും ശാഖയിലെയും ഭാരവാഹികളുടെ കഠിനാധ്വാനങ്ങളും അതിൻ്റെ എല്ലാം റിസൾട്ടാണ് ഈ ഒരുമിച്ച് കൂടിയ ഒരു വലിയ ജനക്കൂട്ടം എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താ? എന്തിനാണ് നമ്മളിങ്ങനെ വിളിച്ചുകൂട്ടി ഒരുമിച്ചുകൂട്ടി ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചത്? ഇതെന്തിനാണ്? ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരന്റെയും ഓരോ സഹോദരിയുടെയും മനസ്സിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയണമെന്നാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത
ഈസ്റ്റ് ജില്ലയിലെ ഏത് യൂണിറ്റിലെ ഏത് പ്രവർത്തകന്റെ മനസ്സിലും ISM ജില്ലാ കമ്മിറ്റി ഒരു ഖുർആൻ സമ്മേളനം എന്തിനു വേണ്ടി സംഘടിപ്പിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമുണ്ടാകണം. നിങ്ങളത് അറിഞ്ഞിട്ട് അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ലക്ഷ്യം എന്താണെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ കഴിവിനാൽ സകലതും ഞാൻ നിർവഹിച്ചിരിക്കുമെന്ന തീരുമാനമെടുത്തിട്ട് ഈ സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകാവൂ എന്നാണ് നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അതിന് വേരോട്ടമുണ്ടായത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ സ്വാധീനമുണ്ടായത്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വളർന്നതും പടർന്നതും പന്തലിച്ചതും പരിശുദ്ധ ഖുർആൻ പാമര ജനങ്ങൾ പഠിച്ച സന്ദർഭത്തിൽ മാത്രമാണ്. സാധാരണക്കാരായ ആളുകളുടെ കാതുകളിലേക്ക് ആയത്തുകൾ എത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ നാട്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ചയുണ്ടായത് എന്ന് മനസ്സിലാക്കണം. വണ്ടൂരിൽ ഞാൻ നിങ്ങളോട് നിന്ന് സംസാരിക്കുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജനസാഗരം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഒരുപക്ഷെ ഇവിടെ പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള, ഒരിക്കലും നമ്മുടെ നാവിലും മനസ്സിലും വിസ്മരിച്ചു പോകാൻ നമുക്കാകാത്ത ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ട്. ആ പേര് മുഹമ്മദ് അമാനി മൗലവി എന്നാണ്. എല്ലാ മലയാളിയും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന മലയാളിയുടെ നാവിൻ തുമ്പത്ത് ആദ്യം വരുന്ന പേരാണ് മുഹമ്മദ് അമാനി മൗലവി എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് മലയാളത്തിൽ പരിശുദ്ധ ഖുർആനിന് പരിഭാഷ ഉണ്ടാകുന്നത്. എറണാകുളത്ത് ഒരു കുഗ്രാമത്തിൽ പോയി അവിടുത്തെ മുജാഹിദ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോ അവിടുന്ന് 10-70 വയസ്സ് പ്രായമുള്ള ഒരു വല്ലിപ്പ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഒരു പണ്ഡിതന്റെയും പ്രസംഗം കേട്ടിട്ടല്ല. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ഏതെങ്കിലും ആളുകളുടെ സ്വാധീനം കൊണ്ടല്ല. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടാണ്. എന്റെ മനസ്സിന്റെ അകത്തു നിന്ന് കാട് നീങ്ങിപ്പോയതും ഇരുട്ടിറങ്ങിപ്പോയതും ഞാൻ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടാണ്. മുജാഹിദുകളുടെ സമ്മേളനത്തിന് അറബി മുൻഷിയായ എന്റെ മകൻ പോയി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കനമുള്ള 4 വാള്യം അമാനി മൗലവിന്റെ പരിഭാഷ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വെച്ച് ഞാനതൊന്ന് വായിച്ചു തുടങ്ങി. ഞാനത് മുഴുവനും വായിച്ചപ്പോ ഞാനൊരു വഹാബിയായി, ഒരു മുജാഹിദായി ഞാൻ മാറിയിരുന്നു എന്ന് അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് വെളിച്ചം കൊത്തിവെച്ച കത്തിച്ചു വെച്ച പുസ്തകത്തിന്റെ പേരാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനിന്റെ പ്രകാശനവും ഖുർആനിന്റെ പ്രബോധനവും ഖുർആനിന്റെ വെളിച്ചത്തിന്റെ പ്രസരണവും നമ്മുടെ നാട്ടിൽ ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ അതിന് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും എല്ലാ ശാഖകളിലും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ ഉണ്ടാകണമെന്നൊരു നിർബന്ധം മുജാഹിദ് പ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട MGM-ന്റെ പ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട KNM-ന്റെ പ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട ISM-ന്റെ സഹപ്രവർത്തകർ, നമുക്കുണ്ടാകണം. ശക്തമായ ഒരു തീരുമാനമുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വെളിച്ചമുള്ളത് കൊണ്ടാണ്, ഒരു പ്രകാശമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും മുവഹിദുകളായി, ഞാനും നിങ്ങളും തൗഹീദുള്ളവരായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധമുള്ളവരായി നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചുമരിന്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ വീടിന്റെ തൊട്ടയൽപ്പക്കത്തെ വീട്ടിലെ ആളുകളുടെ വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? പഠിച്ചിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിലില്ലേ സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സർവശക്തനും കാരുണ്യവാനും ലോകത്തിന്റെ നാഥനുമായ റബ്ബാണ് ഇതെല്ലാം പടച്ചുണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുകയും സൃഷ്ടിച്ച രക്ഷിതാവിനോട് മാത്രമേ സങ്കടങ്ങളും വേദനകളും ചോദിക്കുകയും പറയുകയും
പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ വീടിന്റെ ഒരു ചുമരപ്പുറത്ത് കടന്നുകൊണ്ടാണ് മമ്പറത്തെ തങ്ങളെ, ബദരീങ്ങളെ, മൊഹീദ്ദീൻ ഷെയ്ഖെ എന്നൊക്കെ ആളുകൾ വിളിക്കുന്നത്. വ്യത്യാസം എന്താണ്? സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ നമ്മൾ ഖുർആൻ തുറന്നതുപോലെ അവരും ഖുർആൻ തുറന്നിട്ടുണ്ട്. നമ്മൾ മദ്രസയിലേക്ക് പോയതുപോലെ ആ വീട്ടിൽ നിന്നും കുട്ടികൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ വയൽ കേൾക്കുന്നത് പോലെ അവരും വയൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും, എത്ര വലിയ പരീക്ഷണങ്ങളിലും അല്ലാഹുവേ, റബ്ബേ, റബ്ബന എന്ന പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ നാവിൽ വരുന്നതെങ്കിൽ, ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഖബറിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഖബറിനോട് ചോദിച്ചേക്ക്, ഖബറാളിയോട് പ്രാർത്ഥിച്ചേക്ക് എന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധമാകാത്ത മനസ്സ്, ശക്തമായ ബോധ്യമുള്ള മനസ്സാണ് എന്റെയും നിങ്ങളുടെയും ശരീരത്തിനകത്തുള്ളതെങ്കിൽ, എത്ര മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാലും ഒരു ചരട് കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് നീട്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ രോഗം മാറുന്നതിന് കാരണമായ ചരടാണിത്. ഇതൊന്ന് ധരിച്ചാൽ ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട് വലിയ ശമനമുണ്ടാകും. ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധമാകാത്ത, അതിന് തയ്യാറാകാത്ത, അതെന്റെ വിശ്വാസത്തിനെതിരാണ് എന്ന് ആത്മധൈര്യത്തോടുകൂടെ പറയുന്ന ഒരു സദസ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഈ ഒരു ആദർശബോധത്തെ ആത്മാഭിമാനത്തോടുകൂടെ അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആദർശത്തെ ആത്മാഭിമാനത്തോടെ അടുത്ത തലമുറക്ക് കൈമാറേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഈ ആദർശത്തെ പകർന്നു തന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നത്, നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങൾ തുടക്കം കുറിക്കണം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങളുടെ ശാഖയിലെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം. നിങ്ങളുടെ മനസ്സിലാണ് QHLSന്റെ ഉദ്ഘാടനം നടക്കേണ്ടത്. എന്റെ ശാഖയിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഉണ്ടാകണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ശാഖയിൽ അതുണ്ടാകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പഠിപ്പിക്ക്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്ക്. വരാൻ പോകുന്ന അടുത്ത തലമുറക്ക് MDMA ആളുകളുടെ വേവലാതിയുടെ, ബേജാറിന്റെ, അസ്വസ്ഥതയുടെ കാരണങ്ങൾ ചോദിക്കുമ്പോ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് ഉമ്മ വേവലാതിപ്പെടുന്നു. അവനെങ്ങാനും ലഹരിക്കടിമപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് എന്റെ മകൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ആളുകൾ ഭയപ്പെടുന്നു. പെൺകുട്ടികളെ കുറിച്ച്, ആൺകുട്ടികളെ കുറിച്ച് നമുക്കുള്ളതിന്റെ 100 ഇരട്ടി വേവലാതിയോടുകൂടെ, അസ്വസ്ഥതകളോടുകൂടെ, ബേജാറോടുകൂടെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്റെ വീട്ടിൽ നിന്ന് 2 ആൺകുട്ടിയും 2 പെൺകുട്ടിയും പഠിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്ക് അവർ തിരിച്ചെത്തുന്നവരെ ഞാനും എന്റെ ഭാര്യയും എന്റെ ഉമ്മയും എന്റെ കുടുംബവും മക്കളെ കുറിച്ച് തീ തിന്നുന്നു എന്ന് പറഞ്ഞാൽ അത് എന്റെ കുടുംബത്തിലെ, എന്റെ വീട്ടിലെ മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ഉമ്മമാരും മുഴുവൻ ബാപ്പമാരും അതേ ആശങ്കകൾ പങ്കുവെക്കുന്നവരാണ്. പരിഹാരം എന്താണ്? നമ്മുടെ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്താണ്? എന്ത് വേലി കെട്ടിയിട്ടാണ്, ഏത് മതിലിന്റെ ഉള്ളിൽ സുരക്ഷിതമാക്കി നിർത്തിയിട്ടാണ് നമ്മുടെ മക്കളെ നാളെ നമുക്ക് വിട്ടുപോകാനുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. പരിശുദ്ധ ഖുർആൻ അല്ലാതെ നമ്മുടെ മകന്റെ കൈപിടിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് വരണമെന്ന് പറയാൻ കരുത്തുള്ള, കെൽപ്പുള്ള ഒരു സംവിധാനവും നമ്മൾ ജീവിക്കുന്ന ലോകത്തില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാതെ നമ്മുടെ പെൺകുട്ടിയോട്, നമ്മുടെ ആൺകുട്ടിയോട് അരുതെന്ന് പറയാൻ, കാണുന്ന കാഴ്ചകളിൽ, കേൾക്കുന്ന കേൾവികളിൽ, നാവിൽ വെക്കുന്ന രുചികളിൽ അരുതായ്മകൾ ഉണ്ടെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ആണിനോടും പെണ്ണിനോടും അരുതെന്ന് പറയാൻ കരുത്തുള്ള ഒരു സംവിധാനം മാത്രമേ ലോകത്തുള്ളൂ. ആ സംവിധാനത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഷാർജയിൽ പോയപ്പോ ഒരു മനുഷ്യൻ ചോദിച്ചു, പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബും, പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് അഹ്സാബും സൂറത്ത് മുഅ്മിനൂനും ഉൾപ്പെടെയുള്ള ഏതാനും സൂറത്തുകൾ പരിഭാഷപ്പെടുത്തിയിട്ട് അത് മാത്രം അച്ചടിച്ചിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മുസ്ലിം വീടുകളിലെയും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് സൂറത്ത് അഹ്സാബും സൂറത്ത് നൂറും ഉൾപ്പെടെ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വിതരണം ചെയ്യാം എന്ന് നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ സാമ്പത്തിക ബാധ്യത ഞാൻ നിർവഹിച്ചു കൊള്ളാം
ഒരു മനുഷ്യൻ ഒരു വെള്ളിപ്പ, താടി നരച്ച, തല നരച്ച, പച്ചയായ ഒരു മനുഷ്യൻ, ഒരു വലിയ സമ്പന്നനൊന്നുമല്ല അദ്ദേഹം. നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മുസ്ലിം വീടുകളിലെയും 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ കയ്യിൽ സൂറത്ത് നൂറിന്റെയും സൂറത്ത് അഹ്സാബിന്റെയും പരിഭാഷ എത്തിക്കുമെന്ന് ഉറപ്പ് തന്നാൽ അതിന്റെ സാമ്പത്തിക ബാധ്യത ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതെന്തേ അങ്ങനെ പറയുന്നത്? ആ മനുഷ്യന്റെ ഒരു ധൈര്യമാണ്. കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ സൂറത്ത് നൂർ പഠിച്ചാൽ, സൂറത്തുൽ അഹ്സാബ് പഠിച്ചാൽ ആ പെൺകുട്ടികൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്നൊരു മനുഷ്യന്റെ 70 വയസ്സുള്ള ഒരു വെല്ലിപ്പയുടെ ആത്മവിശ്വാസമാണ്. അതിന്റെ പണച്ചെലവ് ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയാണ്. പഠിപ്പിക്കണം നമ്മള്. പെൺകുട്ടി വലുതാകുമ്പോ, ആൺകുട്ടി വലുതാകുമ്പോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വിലാപമല്ല, പഴച്ചു പോയല്ലോ, എന്റെ കുട്ടി എന്നെ അപമാനിച്ചു കളഞ്ഞല്ലോ, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയല്ലോ എന്ന വിലാപങ്ങളല്ല. ആ വിലാപങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളില്ല. അള്ള പറഞ്ഞൊരു മാർഗമുണ്ട്, അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഒരു മാർഗമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആനിന്റെ കൂടെ ഉറപ്പിച്ചു നിർത്ത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആനിന്റെ കൂടെ ചേർത്ത് നിർത്ത്. ഖുർആനിന്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ മക്കളൊന്ന് നഷ്ടപ്പെടുന്നത് കാണട്ടെ, അവരൊന്ന് പഴച്ചു പോകുന്നത് കാണട്ടെ, അവരൊന്ന് കുടുംബത്തിന് അപമാനവും നാണക്കേടും ഉണ്ടാക്കുന്നവരായി മാറുന്നത് കാണട്ടെ എന്നൊരു വെല്ലുവിളിയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നിങ്ങളുടെ മനസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന, കണ്ണിനെ കുളിർപ്പിക്കുന്ന, മരണാനന്തരം പരലോകത്തെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അങ്ങേയറ്റം നമ്മെ സന്തോഷിപ്പിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും. നമ്മുടെ ശാഖകളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ നമുക്ക് പഠിക്കാൻ, നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ, നമ്മുടെ പേരക്കുട്ടികൾക്ക് പഠിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മുടെ വരും തലമുറക്ക് തിരിച്ചറിയാൻ അതിനാവശ്യമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നമ്മുടെ ഒക്കെ ശാഖകളിൽ ഉണ്ടാകണം. അതിനുള്ള തീരുമാനമായി, വിപ്ലവകരമായ ഒരു തീരുമാനമായി ഈ ഖുർആൻ സമ്മേളനം മാറട്ടെ എന്നാഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾക്ക് സ്വാധീനമുള്ള യൂണിറ്റിൽ, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരു യൂണിറ്റിൽ നിങ്ങൾ വാശി പിടിച്ച് നിർബന്ധം കാണിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ISMന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് നടത്താനുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിചിന്തനം വാരിക എന്ന് പറയുന്നത്. വിചിന്തനം വാരിക അതിന്റെ കെട്ടിലും മട്ടിലും ആരെയും ആകർഷിക്കുന്ന വിധം ഉയർന്ന രൂപത്തിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള കെട്ടും മട്ടും മാറുകയും പുരോഗമിക്കുകയും പരിഷ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അൽഹംദുലില്ലാ വിചിന്തനം ഇപ്പോ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വിചിന്തനം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ആയുധമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വിചിന്തനം വാരിക. വിചിന്തനം വാരികയുടെ സഹായികളായി നിങ്ങൾ മുഴുവൻ ആളുകളും പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണം. വിചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വാതിലിൽ വന്ന് മുട്ടി അള്ളാഹുവിന്റെ ദീനിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ വാതിലിൽ വന്ന് മുട്ടിയിട്ട് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും ഇസ്ലാമിന്റെ ചരിത്രത്തെ പറ്റിയും നമ്മളോട് സംസാരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രസിദ്ധീകരണമാണ് വിചിന്തനം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നു പോകരുത്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉൾക്കൊള്ളുന്ന കൃത്യമായ ഒരു പ്രസിദ്ധീകരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് പോസ്റ്റൽ സംവിധാനം ഉപയോഗിച്ചിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നിട്ട് തന്നിട്ട് ഞങ്ങൾ ആരും അതിന്റെ റാപ്പർ പോലും പൊട്ടിച്ചിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ അതൊരു ആരും വായിക്കാറുമില്ല എന്ന അഹന്തയുടെ വർത്തമാനം, ധിക്കാരത്തിന്റെ വർത്തമാനം, നന്ദികേടിന്റെ ഒരു സ്വരം നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതൊരു വലിപ്പമാണ് എന്ന് നമ്മൾ കരുതരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരള അനദുവത്തുൽ മുജാഹിദിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി NV അബ്ദുസ്സലാം മൗലവി മരണപ്പെട്ടപ്പോ NV അബ്ദുസ്സലാം മൗലവിയെ കുറിച്ച്
ചന്ദ്രിക പത്രത്തിൽ ഒരു ലേഖനം വന്നു. റഹീം മേച്ചേരിയാണ് ആ ലേഖനം എഴുതിയത്. റഹീം മേച്ചേരി NV അബ്ദുസ്സലാം മൗലയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. NVയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ അതിരാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാരും പൂമുഖത്ത് തന്നെ ഉണ്ട്. മേച്ചേരി പറഞ്ഞു, എഴുതുകയാണ് അദ്ദേഹം. ഞാൻ വിചാരിച്ചു ആ സമയത്ത് അവിടേക്ക് കയറി ചെന്നത് ശരിയായില്ല എന്ന്. സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു വീട്ടിൽ എല്ലാവരും ഇരുന്ന് പൂമുഖത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാകും, ചർച്ച ചെയ്യുകയാകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ അവിടേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വെച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് ചർച്ച ചെയ്യുന്ന, അത് ഓതുന്ന, പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന ഒരു സദസ്സാണ് NVയുടെ വീട്ടിൽ അബ്ദുസ്സലാം മൗലയുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെയായി എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നൊരു അനുഭവം റഹീം മേച്ചേരി പങ്കുവെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യപ്പെടട്ടെ. നമ്മുടെ മക്കളോടൊപ്പം നമ്മളിങ്ങനെ ഒരു വട്ടത്തിലിരിക്കുമ്പോൾ ഖുർആനും ഹദീസും ദീനും ഇസ്ലാമും ഇസ്ലാമിക ചരിത്രവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അറിവുകളും അധ്യാപനങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീടുകളിലെ ചർച്ചയിലെ ഒരു പ്രധാന ഘടകമായി മാറട്ടെ. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഭർത്താവും കുടുംബത്തിലെ മുഴുവൻ ആളുകളും വിചിന്തനം വായിക്കുന്ന, അൽമനാറ് വായിക്കുന്ന, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന, അതിലെ അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനോട് അടുക്കാനും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങാനുമുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകണേ എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പ്രമാണിമാരോടിരുന്ന് സംസാരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനെ തൽക്കാലത്തേക്ക് അവഗണിച്ചതാണ്. അദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞു കൊടുക്കാം, അദ്ദേഹത്തിന് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കാം, അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കാം. പക്ഷെ തൻ്റെ മുന്നിൽ കിട്ടിയ ഈ പ്രമാണിമാർ, അവരിൽ ആരെങ്കിലും ഒരാളൊന്ന് നന്നായാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഉമ്മി മക്തൂമിനെ അവഗണിച്ചുകൊണ്ട് പ്രമാണിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. വമാ അലൈക അല്ലാ യസ്സക്ക. വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് താങ്കളുടെ നടപടി ശരിയായില്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വമാ അലൈക അല്ലാ യസ്സക്ക, താങ്കൾ പ്രതീക്ഷിച്ച ആ പ്രമാണിമാരുണ്ടല്ലോ, അവരിൽ ഒരാളും നന്നായില്ലെങ്കിൽ നബിയെ താങ്കൾക്ക് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മള് ഒരു നാട്ടിലെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തോടൊപ്പം നിന്നെങ്കിൽ, ദീനിന്റെ മാർഗത്തിലേക്ക് വന്നെങ്കിൽ, ഇന്ന ആളുകളൊക്കെ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആസൂത്രണം ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ സുഗമമാകാനും എളുപ്പമാകാനും മക്കയിലെ പ്രമാണിമാരാരെങ്കിലും തന്റെ കൂടെ നിന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെ അവഗണിച്ചത്. അള്ളാന്റെ റസൂലിനോടാണ്, മുഹമ്മദ് നബിയോടാണ് അള്ളാഹ് ചോദിക്കുന്നത്, വമാ അലൈക അല്ലാ യസ്സക്ക, അവനൊക്കെ നന്നായില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് നബിയെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവിടെ തിരുത്തുന്നത്. അല്ലിംനി യാ റസൂലല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമാരാകാൻ. അല്ലിംനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് പഠിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണ്, എനിക്കറിവ് തരണേ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച്. അല്ലിംനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എന്നെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ ആള് അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട്, അയാളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് വലിയ പേടിയുള്ളത് കൊണ്ടാണ്, ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഉമ്മി മക്തൂം താങ്കളുടെ അടുത്ത് വന്നിട്ട് അല്ലിംനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത്. എനിക്ക് അള്ളാഹുവിന്റെ ദീൻ അറിയണം, പഠിക്കണം എന്ന മനസ്സുണ്ടാകുന്നത് ഖശിയത്തുണ്ടാകുമ്പോഴാണ്, പേടിയുണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള
ഖുർആൻ ഹദീസ് ലേണിംഗ് ഉൾപ്പെടെയുള്ള വെളിച്ചം ഖുർആൻ പഠന പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം പ്രസ്ഥാനത്തിന്റെ പോരാളികളായി ഇസ്ലാഹി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നവരിൽ നിങ്ങൾ ഉണ്ടാകണേ, അവരുടെ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.